നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന മിറാക്കിൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ്, നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു വാല്യൂ മനസ്സിലാക്കാണ്ട് ഈ വ്യക്തി മറ്റൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് പോയിട്ടുണ്ടാകാം. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചേർന്നതിന് ശേഷമാണ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ പ്രണയം എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്രമാത്രം ഇമ്പോർട്ടൻറ്റ് ഉണ്ടായിരുന്നു, എത്രമാത്രം വാല്യൂ ഉണ്ടായിരുന്നു എന്നെല്ലാമുള്ള കാര്യങ്ങൾ ഈ വ്യക്തി ഇപ്പോൾ റിയലൈസ് ചെയ്യാണ്. ഒരുപാട് ലവ് ഓഫറുകൾ ഈ വ്യക്തിയുടെ മുന്നിൽ വരുന്നുണ്ട്, ഒത്തിരി ഓപ്ഷൻസ് ഈ വ്യക്തിയുടെ മുന്നിൽ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങളുടെ പ്രണയത്തിന് പകരമാകുന്നില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരാനും ആ ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മാരേജിലോട്ടൊക്കെ ഈ റിലേഷൻഷിപ്പിനെ മൂവ് ചെയ്യിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. വളരെ കുറച്ച് പേർക്ക് ഇത് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടും കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ടൊക്കെ കാണുന്നുണ്ട്. വളരെ കുറച്ച് പേർക്കാണ് അങ്ങനെ ഒരു എനർജി ഇവിടെ ലഭിക്കുന്നത്. ആൻഡ് യെസ്, മേ ബി സാഹചര്യങ്ങൾ കൊണ്ട് ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നു മാറിയതിൽ ഒത്തിരി സങ്കടം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ അവർ തന്നെ ചീറ്റ് ചെയ്തു പോയി എന്നുള്ളൊരു ഫീലിംഗ് പോലും അവർക്ക് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ച് തന്നെ നിങ്ങളെ പ്രണയിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. യെസ്, അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയണമെന്നും നിങ്ങളോട് ഒരുമിച്ച് സന്തോഷകരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് സന്തോഷമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഒത്തിരി നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നിരിക്കണം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്ത ഒരു ദിവസത്തെ കുറിച്ച് ഈ വ്യക്തി ഈ ഒരു സമയത്തിൽ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഈ ഒരു നിമിഷം നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരണമെന്ന് അമിതമായിട്ട് ആഗ്രഹിക്കുകയാണ്. മേ ബി അതിനുള്ളൊരു സാഹചര്യം ഉടനെ തന്നെ ഈ വ്യക്തിയുടെ ലൈഫിൽ വന്ന് ചേരും. ആ ഒരു സാഹചര്യം നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിന്, നിങ്ങൾ രണ്ടുപേരുടെയും സന്തോഷത്തിന് ഇടയാക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു സെപ്പറേഷൻ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് മൂവ് ആവുന്നതായിട്ടും ചേഞ്ച് ആവുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, യെസ്, അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഇപ്പോൾ വളരെ ഡീപ്പായിട്ട് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യണം. സ്പിരിച്വലി ഈ വ്യക്തി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ അറിയാണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളോടായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, മേ ബി അവർ നിങ്ങളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഈ വ്യക്തി ഒത്തിരി കാര്യങ്ങൾ സെൽഫായിട്ട് പറയുന്നുണ്ട്, നിങ്ങളോട് പറയുന്നത് പോലെ ഒത്തിരി കാര്യങ്ങൾ ഈ വ്യക്തി എന്താണ് സീക്രട്ട് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി അതൊരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലെ നിങ്ങൾക്കും ആ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ഒരു ഡിസിഷൻ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. എന്ത് സാഹചര്യമായിരുന്നാലും നിങ്ങൾ ഇനി അവരെ അവഗണിച്ചാൽ പോലും ആ വ്യക്തി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും തിരികെ വരും എന്നുള്ള ഒരു സ്ട്രോങ് മൈൻഡോട് കൂടി തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾസ് ആയിട്ടുള്ളൊരു ചേഞ്ച് ആയിട്ട് സംഭവിക്കുന്നത്. ഓക്കെ, ആൻഡ് യെസ്, അത്രയധികം ഒരു ബ്രോക്കൺ ഹേർട്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ട്. ഈ വ്യക്തി കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു വേർപാട് അത്രയും ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അത്രയും അവർക്ക് ഇനിയും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാൻ കഴിയില്ല. കാരണം അവരായിട്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു പോയി, നിങ്ങളെ ഒരുപാട് അവർ സങ്കടപ്പെടുത്തി എന്നുള്ള ഒരു തിരിച്ചറിവ്. മേ ബി ഇത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങളുടെ ഭാഗം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട് ക്ലിയർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ജെനുവിൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കണം. നിങ്ങളുടെ പ്രണയത്തിൽ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കണം എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. ഈ വ്യക്തി എല്ലാം മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. മേ ബി ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നു.
ഇതാണ് മേ ബി നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം. ഈ വ്യക്തി എല്ലാം മനസ്സിലാക്കി ഏതൊരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ള നിങ്ങളുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻ, ആഗ്രഹം പോസിബിൾ ആകുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. മേ ബി ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആണ്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് വീക്ക്നെസ് കാണുന്നുണ്ട്. എങ്കിലും പോലും ഈ വ്യക്തിക്ക് വളരെയധികം എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ള അമിതമായിട്ടുള്ള പ്രതീക്ഷയും ഈ വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മൊമെന്റ് വരെയും ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാൻ വേണ്ടിയിട്ട് എന്താണ് ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, അത്രയും ആ വ്യക്തി ട്രൈ ചെയ്യും. ഓക്കെ, ദ ചാരിയറ്റ് ഡെഫിനറ്റ്ലി അവര് ഒരു അവസരത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു മൊമെന്റില് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു. നിങ്ങൾക്കൊരു സർപ്രൈസ് പോലെ, നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഉടനെ സംഭവിക്കുന്ന ആ ഒരു മിറാക്കിൾ ആയിട്ട് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അത്രയും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ സാഹചര്യങ്ങൾ അവരെ മറ്റൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോയിരുന്നാൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. ആൻഡ് യെസ്, അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എല്ലാം മറികടന്ന് ഈ വ്യക്തി വീണ്ടും വീണ്ടും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോഴും ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി നിങ്ങൾ പോലും അറിയാതെ അന്വേഷിക്കുന്നുണ്ട്. മേ ബി സോഷ്യൽ മീഡിയ വഴിയോ മറ്റ് വ്യക്തികളാലെയോ ഒക്കെ നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി അറിയുന്നുണ്ട്. അത്രയധികം അവർ നിങ്ങളെക്കുറിച്ച് അത്രയധികം എന്താണ് ഒരു ആങ്ഷ്യസ് ആണ് ഈ ഒരു സമയത്ത്. നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നൊക്കെയുള്ള ചിന്ത ഈ വ്യക്തിയിലുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി എത്ര തന്നെ ശ്രമിച്ചാലും നിങ്ങളിൽ എത്തുന്നത് വരെ അവരുടെ ശ്രമം അവർ തുടർന്നു കൊണ്ടേയിരിക്കും. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും ഈ ഒരു ടൈം നിങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ച് ചേർക്കുമെന്നുള്ളതാണ് കാണുന്നത്. വ്യക്തമാവുന്നത് നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് എൻഡ് ആവുന്നത്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആയിട്ട് ഈ വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുന്നു എന്നുള്ളതാണ് ആ ഒരു മിറാക്കുലസ് ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനോടെല്ലാം ഫൈറ്റ് ചെയ്തുകൊണ്ട് വളരെ സന്തോഷകരമായിട്ട് തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒന്നിച്ച് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത്.